അഖിൽമാരാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്ത് റൈറ്റ് ഉണ്ട് നമ്മളെ കളിയാക്കാനായിട്ട്? പെരേര കഴിഞ്ഞ ദിവസം അഖിൽമാരാർ ഒരു ചാനലിൽ ഭയങ്കര ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. കോമാളി കളിച്ച് നടക്കുന്നവർക്കാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത്. എന്തിനാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണ മീഡിയക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ എന്തിനാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ. അപ്പൊ കോമാളിന്ന് സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ വിളിച്ച് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് അലിൻ ജോസ് പെരേരനെയാണ് അല്ലേ? അപ്പൊ അത് കേട്ടപ്പോ എന്താ തോന്നിയത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ദുഃഖം ഫീൽ ചെയ്തു മനസ്സിൽ. കുറച്ചു നേരം നമുക്കൊരു സങ്കടം വന്നെന്ന് പറയാം ഉള്ള പ്രസ്താവനകൾ. പക്ഷെ എന്റെ ഫോട്ടോ ബ്ലർ ചെയ്തിട്ട് പല ചാനലിലും വന്നു, ബ്ലർ ചെയ്യാണ്ട് പല ചാനലിലും വന്നു ഇപ്പോഴുള്ള സ്റ്റേറ്റ്മെന്റ് വെച്ച്. അപ്പൊ എന്നെ കുറിച്ചാണെന്ന് എനിക്ക് അറിയാലോ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഈ ഓരോ വ്യക്തികളും വലിയ വലിയ സൂപ്പർ സ്റ്റാർ നടന്മാർ വരെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. ഇപ്പൊ അഖിൽമാരാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്ത് റൈറ്റ് ഉണ്ട് നമ്മളെ കളിയാക്കാനായിട്ട്? കാരണം പുള്ളി പറയുന്നോണ്ടല്ലേ കോമാളിയെ റീച്ച് ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ടും ആൾക്കാർക്ക് മീഡിയ ബൈറ്റ് എടുക്കണമെങ്കിൽ എടുക്കും. നമ്മളാർക്കും ഒരു ഇരയാകുന്നില്ല, മനസ്സിലായ? ഇപ്പോൾ തന്നെ പല പോയിന്റ്സുകൾ ഞാൻ നോക്കി കണ്ടൊക്കെ പറയാറുള്ളൂ. പിന്നെ നമുക്ക് ഈ പറയുന്ന വ്യക്തിയോട് വലിയ ദേഷ്യമൊന്നുമില്ല ഈ വീഡിയോ വന്നേ പിന്നെ. പക്ഷെ അഖിൽമാരാരെ ഞാൻ കെട്ടിപ്പിടിച്ച് കിസ് കൊടുത്തതാ പണ്ട്. വീഡിയോ ഇപ്പൊ ഡിലീറ്റ് ആയെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി, നമ്മളൊരു ആരാധന മൂത്തിട്ട് ചെയ്തതാ. പക്ഷെ അഖിൽമാരാർ എന്നെ പറ്റി ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ല. കാരണം പലരും പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ കയറിയതുകൊണ്ട് എനിക്ക് ലക്ഷ്യം കാറ് വാങ്ങണമെന്ന് പറയും. ബിഗ് ബോസിൽ വിളിച്ചില്ല എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. പക്ഷെ ബിഗ് ബോസിൽ പോയിട്ട് വേണ്ട പേരൊക്കെ ഒരു കാറ് വാങ്ങാനായിട്ട്. കാരണം എനിക്ക് ഓരോ പ്രോഗ്രാമിനും 25,000 മുതൽ 50,000 വരെ ഒരു പ്രോഗ്രാംസ് ഞാൻ വാങ്ങുന്നുണ്ട്. അത് ഓരോ ആഴ്ചകളിലും 2-3 പ്രോഗ്രാം ഉണ്ട്. അപ്പോ ഒരാഴ്ചയിൽ തന്നെ ചിലപ്പോ 1,40,000 വരുമാനം ഉണ്ട്. അപ്പൊ തന്നെ 3 ലക്ഷം വരുമാനം ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ എനിക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട് കുറെയൊക്കെ. അതൊക്കെ വീട്ടുന്നുണ്ട്. അല്ലാണ്ട് ഈ കാറ് മേടിച്ച് പത്രാസ് കാണിക്കേണ്ട ആവശ്യമില്ല ഒന്നാമതെ. പിന്നെ നമ്മുടെ ഡേ ബൈ ഡേ ലൈഫിൽ കാറിന്റെ ഒരു ആഗ്രഹമല്ല, ഒരു വേണമെന്നൊരു പ്രൊസീജിയർ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 2-3 മാസത്തിനുള്ളിൽ ഒരു സെക്കൻഡ് ഹാൻഡോ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡോ കാർ ഒന്ന് വാങ്ങും. കാരണം അത് നമുക്ക് തന്നെ വാങ്ങാവുന്നേ ഉള്ളൂ. അല്ലെ കാർ വാങ്ങാൻ വേണ്ടി ബിഗ് ബോസിൽ പോകാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് കാർ വാങ്ങാനാണെന്നുള്ളൊരു ഇതുണ്ട്. അത് തെറ്റാണ്. കാറും ലൈഫിലൊരു കല്യാണമോ ബിഗ് ബോസോ അല്ലെങ്കിൽ സിനിമയോ വിചാരിച്ചാലല്ല. നമുക്കൊരു ടൈം ഉണ്ടെങ്കിൽ നടന്നിരിക്കും.